Good morning students, welcome to my channel. In the second lecture of module 1 that is from the paper Mathematics 2. BCA S2 syllabus included Kerala University BCA S2 syllabus included Mathematics 2 in the paper module 1. Module 1 lecture number 2 on the So, this lecture is proof by contradiction in a topic. We have lectures propositional reasoning proof mathematical statement prove direct proof method class explain in the class explain proof by contradiction method. Then we can have a look on it. The method of proof by contradiction. Here, let P be a mathematical statement. P is a mathematical statement. In order to prove P is true by proof by contradiction method, it is enough to prove that negation of P is false. Proof by contradiction method ഉപയോഗിച്ച് ഒരു mathematical statement ആയ P true ആണെന്ന് prove ചെയ്യണം എന്നുണ്ടെങ്കിൽ it is enough to prove that negation of P. Negation of P means P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നതാണ് അതല്ല എന്നുള്ളതാണ് അതിന്റെ നെഗറ്റീവ്, ഓപ്പോസിറ്റ് ആണ്. ഏതൊരു സെൻസിലാണോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സെൻസിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. So, by proof by contradiction method, in order to prove P, the statement, a mathematical statement is true, it is enough to prove that negation of P is false. A statement true ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അഥവാ അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് നമ്മൾ എന്തിനാ മതി പ്രൂവ് ചെയ്താൽ മതിയാകും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൂവ് ചെയ്യും. Let's have a look on an example. Prove that root 2 is irrational. Root 2 എന്ന് പറയുന്നത് irrational value ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ irrational values? The values that cannot be expressed in the form P by Q. അതായത് ഒരു ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത വാല്യൂസ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇറാഷണൽ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡെസിമൽ നമ്പർ നമുക്ക് ഒരു ഫ്രാക്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാല്യൂസിനെ നമ്മൾ റാഷണൽ വാല്യൂസ് എന്ന് വിളിക്കും. ആൻഡ് ഇഫ് വി കാൻ എക്സ്പ്രസ് എ ഡെസിമൽ വാല്യൂ ഇൻ ദ ഫോം ഓഫ് എ ഫ്രാക്ഷൻ ഫോം then we call such numbers as irrational numbers. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 2 എന്ന് പറയുന്ന വാല്യൂ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു ഇറാഷണൽ വാല്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇത് നമ്മൾ സാധാരണ നമ്മളിതിന്റെ പ്രൂഫ് നമ്മൾ കുറെ പ്രാവശ്യം നമ്മുടെ +2 ലെവലിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ പ്രൂഫ് തന്നെയാണ് നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നതും കൂടെ നമ്മൾ ഈ പ്രാവശ്യം പുതുതായിട്ട് ആ ഒരു ഇൻഫർമേഷൻ പുതുതായിട്ട് എന്ത് ചെയ്യുന്നു അറിയുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എങ്ങനെയാണ് പ്രൂഫ് ബൈസ് ഇറാഷണൽ ആണെന്നുള്ള പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രൂഫ്. We have to prove that root 2 is irrational. അപ്പോൾ നമ്മൾ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് എടുക്കുന്നു? Let P be the statement root 2 is irrational. Root 2 is irrational എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. Then in order to prove that this statement is true, we have to prove negation of P is false. That is, ഈ P എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? root 2 is irrational എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? root 2 is not irrational അഥവാ root 2 is rational. അപ്പോൾ ഈ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് root 2 is irrational ആണെങ്കിൽ negation of P എന്നായിരിക്കും. negation of P എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? root 2 is not, ഇതിന്റെ നെഗേഷൻ അല്ല നെഗറ്റീവ് ആയിട്ട്, that is not irrational. Or otherwise we can also say that root 2 is not irrational means rational. Root 2 is rational. So, proof by contradiction ഉപയോഗിച്ച് നമ്മൾ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ it is enough to prove that negation of P is false. Negative of P എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? false ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയാകും. So, നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ negation of P കൺസിഡർ ചെയ്യുന്നത്, that is root 2 is rational എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. So, ഈ negation of P എന്താണ് എടുക്കുന്നത്? ട്രൂ ആണെന്ന് ഇരിക്കട്ടെ എന്ന് വെച്ച് നമ്മുടെ പ്രൂഫ്
assume that root 2 is rational. root 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക അഥവാ സപ്പോസ് ചെയ്യുക. ഏതാണ് നമ്മുടെ അസംഷൻ, ആ അസംഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിരിക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം പിന്നീട് ഈ അസംഷന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് 2 ഈസ് ഇറാഷണൽ ആണ് നമ്മുടെ അസംഷൻ. സോ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു, ഒന്ന് അണ്ടർലൈൻ ചെയ്തു. സോ അസ്യൂം ദാറ്റ് റൂട്ട് 2 ഈസ് റാഷണൽ. അങ്ങനെ റൂട്ട് 2 റാഷണൽ ആണെങ്കിൽ we can write root 2 in the form of a fraction, right? So root 2 can be expressed as root 2 is equal to p by q, where q not equal to 0. Right. Again, squaring on both sides, we get root 2 square, that is 2 equal to p square by q square. Cross multiplying implies 2q square equal to p square. Otherwise, we can say that p square is equal to 2q square. Right? So, p square എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, 2q square ആണ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ root 2 is equal to p by q എന്ന് പറയുന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് കണ്ടീഷൻസ് ശരിയുള്ളത്. ഒന്നെന്ന് പറയുന്നത് q നോൺ നെഗറ്റീവ് ആയിരിക്കണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, that is GCD of p and q should be equal to 1. അതിനർത്ഥം എന്താ, the greatest common divisor of the numbers p and q, that is the greatest common divisor between numerator and denominator should be equal to 1. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ആ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയിട്ട് നമ്മൾ പേര് വിളിക്കും. എന്താണ്, ആ രണ്ട് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം എന്ന് നമ്മൾ വിളിക്കും, അല്ലേ? സോ ഈ ഒരു നമ്പറിന് അവിടെ റാഷണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p by q പ്രൊവൈഡഡ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ 0 ആകരുത്, കൂടാതെ GCD or the greatest common divisor, otherwise it can be also called as HCF, highest common factor. GCD and HCF the same then. So the GCD of p and q, the numerator as that of the denominator should be equal to 1 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് p square is equal to 2q square ആണ്. അതിനർത്ഥം എന്താ, p square is a multiple of 2. p square എന്ന് പറയുന്നത് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അഥവാ 2ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ വേറെ ഏത് രീതിയിൽ പറയാം, ഈവൻ നമ്പർ എന്ന് പറയാം, അല്ലെ? എല്ലാ 2ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. So we can say that here p square is a multiple of 2, that means p square is even. p square എന്താണ്, ഒരു ഈവൻ നമ്പർ ആണ്. p square ഈവൻ നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് p എന്ന് പറയുന്ന വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, it also will be even. Therefore p is ഏതൊരു നമ്പറിന്റെ സ്ക്വയർ ഈവൻ ആണെങ്കിൽ, ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന വാല്യൂ ഈവൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, ഈവൻ വാല്യൂ തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, p square is even, which implies p is even നമുക്ക് കിട്ടി. സോ p എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, ദാറ്റ് മീൻസ് p is a multiple of 2, അല്ലേ? സോ ബാക്കി ഇങ്ങോട്ട് എഴുതാം. Since p is an even number, we can say that p is equal to some 2 into r. p എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് p എനിക്ക് ഏതോ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം, അല്ലേ? that is p is equal to 2 into r. that means ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ p square is equal to 4 into r square, അല്ലേ? that is p square is equal to 4r square എന്ന് കിട്ടും, അല്ലേ? ഇവിടെ നമ്മൾ നോക്കി, തൊട്ട് മുമ്പ് നമ്മൾ എഴുതി വെച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, p square is equal to 2q square. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, p square is equal to 4r square എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ, ആദ്യം കണ്ട ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത് കണ്ട ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, അല്ലേ? p square here also it is p square. അങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയിരിക്കും, അവയെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Therefore from 1 and 2 we can say that 2q square is equal to
4r square. Left hand side same ആയതുകൊണ്ട് right hand side same ആയിട്ടുള്ള equal ആയിരിക്കും. Therefore 2 square is equal to 2, q square is equal to 4r square. ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും 2 ഇവിടെ 2 ഉണ്ട് ഇവിടെ 4 നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. Therefore q square is equal to 2r square. ആണോ? ഇവിടെ നമുക്ക് q square is equal to 2 into r square. That is q square is a multiple of 2. That means q square is an even number. Therefore q square is even and hence we can say that q is even. ആണോ? അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? റൂട്ട് റാഷണൽ ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ റൂട്ട് എനിക്ക് p/q എന്ന് എഴുതാം such that q not equal to 0 and GCD of p and q equal to 1. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? പിന്റെയും ക്യൂവിന്റെയും രണ്ട് നമ്പേഴ്സിന്റെയും കൂടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ്, അതായത് രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ GCD എന്ന് പറഞ്ഞാൽ എന്താ? GCD is greatest common divisor. വലിയ കോമൺ ഡിവൈസ്, ഏറ്റവും വലിയ കോമൺ ഡിവൈസ്. ദാറ്റ് മീൻസ് രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ, കോമൺ ആയിട്ട് വരുന്ന വലിയ വാല്യൂ ഏതാണ്? 1 ആണെന്നാണ് GCD 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. Therefore രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ q is equal to p square by q square. അങ്ങനെ നമ്മൾ p square is equal to 2q square എന്ന് എഴുതി. അവിടെ p square ഈവൻ ആണെന്ന് മനസ്സിലായി, p എന്താണെന്ന് മനസ്സിലായി, p is even. p ഈവൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ p യെ 2 ആണെന്ന് എഴുതി, അങ്ങനെ സ്ക്വയർ ചെയ്തു. p സ്ക്വയറിന്റെ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? q സ്ക്വയർ ഈവൻ ആണെന്ന് കിട്ടി. that is q is even. ആണോ? p ഈവൻ ആകാൻ പറഞ്ഞ അർത്ഥം എന്താ? p യെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? p can be divided with 2. രണ്ട് കൊണ്ട് നമുക്ക് p യെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 2 എന്ന് പറയുന്നത് p യുടെ ഒരു ഡിവൈസർ ആണ്. Again q is even means q also can be divided by or can be divided with 2. q നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ എന്താ? p യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, q നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് p നെയും q നെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ആണ് ഏതെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. That means 2 is a common divisor of p and q. p ന്റെയും q ന്റെയും കോമൺ ഡിവൈസർ ആയിട്ട് ഏതുകൊണ്ട്? 2 ഉണ്ട്. ആൻഡ് ദിസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ഓൾസോ. 2 എന്തിനേക്കാൾ വലുതാണ്? 1നേക്കാൾ വലുതാണ്. എന്തുകൊണ്ടാണ് ഞാൻ 1 എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്? GCD of p and q is equal to 1. അതിന് അർത്ഥമാക്കുന്നത് എന്താ? p യെയും q യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസേഴ്സിൽ ഏറ്റവും വലിയ ഡിവൈസ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് കിട്ടി 2 is also a common divisor of p and q. p നെയും q നെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസർ ഏതുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോ ആ ഈ 1നെയും 2നെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2 ആണ് വലുത്. ഹെൻസ് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഈ പിയും ക്യൂവും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന്റെയും കോമൺ ഡിവൈസേഴ്സിൽ വലിയ ഡിവൈസ് ഏതാണ്? 2 ആണെന്ന് പറയേണ്ടി വരും. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ രീതിയിൽ വെച്ചാണെങ്കിൽ GCD of p and q ഏതെന്ന് പറയേണ്ടി വരും? 2 ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതെന്താണ്? തെറ്റാണ്. കാര്യം എന്തുവാ? സോറി, അപ്പൊ 2 ആണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രഡിക്ഷനാണ്. GCD of p and q is equal to 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രഡിക്ഷനാണ്. കാര്യം എന്താ? ഇത്രയും നേരം നമ്മള് √2 റാഷണൽ ആണെന്ന് എടുത്തപ്പോ അല്ല √2 റാഷണൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു വന്നത് അല്ലേ? അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബേസിക് ആയിട്ട് എടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? പിയും ക്യൂവിന്റെ GCD 1 ആണെന്നാണ് എടുത്തത്. പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടി? GCD of p and q equal to 2 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് വന്നു? ഒരു കോൺട്രഡിക്ഷൻ വന്നു. നമ്മൾ ഓൾറെഡി സപ്പോസ് ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ഒരു എഗൻസ്റ്റ് ആയിട്ടൊരു കോൺട്രഡിക്ഷൻ ഇവിടെ നമുക്ക് കിട്ടി അല്ലേ? ദാറ്റ് ഈസ് ഹിയർ q is even എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുക? സ്റ്റെപ്പ് എന്തോ ചെയ്യാം? q is even
which is a contradiction. അതിന്റെ കോൺസെപ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ഇത് കോൺട്രഡിക്ഷൻ ആയെന്നുള്ളതിന്റെയാണ് ഞാൻ സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. ആക്ച്വലി നമ്മൾ എക്സാം എഴുതുവാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത്ര എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അതായത് എങ്ങനെ കോൺട്രഡിക്ഷൻ വന്നത്, നമ്മൾ √2 എന്ന് പറയുന്നത് റാഷണൽ ആണ് എടുത്തു. അങ്ങനെ റാഷണൽ എടുക്കുമ്പോൾ ആ റാഷണൽ ആയിരിക്കണം എന്ന് പറയും. √2 എന്ന് പറയുന്ന നമ്പർ റാഷണൽ ആയിരിക്കണം എന്നുള്ളതിനുള്ള ബേസിക് ആയിട്ടുള്ള നീഡ് എന്താണ്? ബേസിക് നീഡ് ഫോർ എ നമ്പർ ടു ബി റാഷണൽ ഈസ് the denominator should be non-zero as well as the GCD of numerator as well as denominator is equal to 1 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു അസംഷനിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും പക്ഷെ നമുക്ക് എന്ത് കിട്ടി? GCD of numerator denominator എന്തെന്ന് കിട്ടി? is equal to 2. That is GCD of numerator denominator not equal to 1 എന്ന് നമുക്ക് കിട്ടി. അതെന്താണ്? അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ ആ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാര്യം എന്താണ്? നമ്മളെടുത്ത അസംഷൻ തെറ്റായതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു അസംഷന്റെ ബേസിലാണ് നമ്മൾ ഈ തിയറം ബാക്കി പ്രൂവ് ചെയ്തത്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ അവിടെ ആ √2 എന്ന് പറയുന്ന വാല്യൂ റാഷണൽ ആവണമെന്നുള്ള ബേസിക് നീഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെയും GC എന്താവുക എന്നുള്ളതാണ്? 1 ആവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ 1 ആവുക എന്നുള്ള രീതിയിൽ തന്നെ എടുത്ത് ചെയ്തു വന്നപ്പോൾ അവസാനം നമുക്ക് ഒരു തെറ്റായിട്ടുള്ള രീതിയിലേക്ക് ആ പ്രൂഫ് വഴിമാറി, ഒരു കോൺട്രഡിക്ടറി വേയിലേക്ക് എന്ത് ചെയ്തു വന്നു? ആ പ്രൂഫ് തിരിഞ്ഞു വന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളെടുത്ത അസംഷൻ തെറ്റായതുകൊണ്ടാണ്. അതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മളെടുത്ത അസംഷൻ നമ്മൾ ചിന്തിക്കണം അല്ലേ? അപ്പൊ അതിനാണ് ഞാൻ നമ്മളെടുത്ത അസംഷൻ എന്താണെന്ന് നമ്മളോട് അണ്ടർലൈൻ ചെയ്താൽ പറഞ്ഞത്. എന്താണ് നമ്മുടെ അസംഷൻ? എന്തായിരുന്നു? √2 ഈസ് റാഷണൽ. √2 റാഷണൽ എന്ന് എടുത്തത് കൊണ്ടാണ് എന്ത് വന്നത്? ഈ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങി വന്നത് കോൺട്രഡിക്ഷൻ വന്നത്. അങ്ങനെ ഇങ്ങനെ അർത്ഥം എന്താ? നമ്മളെടുത്ത അസംഷൻ എടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദാറ്റ് മീൻസ് √2 ഈസ് ഇറാഷണൽ. Therefore √2 ഈസ് irrational. സോ ഇവിടെ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പി എന്ന് എടുത്തു. അതിന്റെ നെഗേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി. നെഗേഷൻ ഓഫ് പി, ദാറ്റ് ഈസ് √2 ഈസ് റാഷണൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആ √2 ഈസ് റാഷണൽ എന്ന് പറയുന്നത് നെഗേഷൻ പി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവസാനം എന്തിലേക്ക് വന്നു? ഒരു കോൺട്രഡിക്ഷനിലേക്ക് വന്നു. ദാറ്റ് ഈസ് വി ഹാഡ് പ്രൂവ് ദാറ്റ് എന്താണ് നമ്മൾ ചെയ്തത്? നെഗേഷൻ ഓഫ് പി ഫോൾസ് ആണെന്ന് നമ്മൾ കൊണ്ടെത്തിച്ചു അല്ലെ? അതാണ് നമുക്ക് എവിടെ വേണ്ടത്? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിനകത്ത് വേണ്ടത്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കാൻ നെഗേഷൻ ഓഫ് പി എന്താണെന്ന് തെളിയിച്ചാൽ മതി? ഫോൾസ് ആണെന്ന് തെളിയിച്ചാണ്. ഇവിടെ നമ്മളതാ ചെയ്തത്. √2 ഈസ് ഇറാഷണൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നെഗേഷൻ ഓഫ് പിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിനെ എന്താണെന്ന് തെളിയിച്ചു? തെറ്റാണ്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ അതുവഴി മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ബേസ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് √2 ഈസ് ഇറാഷണൽ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. So, in the proof by contradiction. What is the method of proof by contradiction? And its illustration by means of an example. So, that's all for today's session. Thank you.